നന്ദി പ്രിയ സീതാറാം, ഞങ്ങൾ കടപ്പെട്ടിരിക്കും. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകൻ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറിച്ച ആദ്യ വാചകം അതായിരുന്നു. ഉള്ളാഴങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ അതിൻ്റെ ഉദ്ദേശിക്കപ്പെട്ട അർത്ഥത്തെ കവിഞ്ഞൊഴുകും. രാഹുലിൻ്റെ വാക്കുകളും അത്തരത്തിൽ തിരതല്ലുന്ന ഒന്നായി. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യ എന്ന പ്രതിപക്ഷ കൂട്ടായ്മയെ അതിയാഥാർത്ഥ്യമാക്കുന്നതിൽ സീതാറാം യെച്ചൂരി വഹിച്ച നേതൃപരമായ പങ്ക്, ആ മുന്നണിയെ സവിശേഷമായി നിലനിർത്തുന്നതിലും വിജയകരമായി പോരാടുന്നതിലും യെച്ചൂരി പുലർത്തിയ ജാഗ്രത, സീമകളിലില്ലാത്ത സൗഹൃദത്തിൻ്റെയും ആർജവവും കൃത്യതയുമുള്ള നിലപാടുകളുടെയും പിൻബലത്തിൽ ഇന്ത്യ മുന്നണിയിലെ വ്യത്യസ്തരായ നേതാക്കളെ ഒന്നിച്ചിരുത്തുന്നതിൽ യെച്ചൂരി പ്രദർശിപ്പിച്ച വൈഭവം എല്ലാമാവാം ഉദ്ദേശിച്ചിരിക്കുക. അത് വസ്തുതയുമാണ്. എന്നാൽ അതിനപ്പുറം ആ വാക്കുകൾ വെളിച്ചപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയെ ഈ രൂപത്തിൽ സംരക്ഷിച്ച മഹത്തായ ബലങ്ങളിലൊന്നായിരുന്നു യെച്ചൂരി. ഇതൊരു അനുശോചനക്കുറിപ്പിലെ അതിവാചകമല്ല. അങ്ങനെ തോന്നാൻ കാരണമുണ്ടെങ്കിലും 2015 സീതാറാം യെച്ചൂരി CPMന്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. വിദ്യാർത്ഥി കാലം മുതൽ ഒരുമിച്ചുള്ള പ്രകാശ് കാരാട്ടിൽ നിന്ന് സെക്രട്ടറി പദം ഏറ്റെടുക്കുമ്പോൾ യെച്ചൂരിക്ക് പിന്നിലുള്ളത് അമ്പയെ തകരാൻ തുടങ്ങിയ പാർട്ടിയാണ്. ബംഗാളിൽ മമതയുഗം തുടങ്ങുന്നു. കേന്ദ്ര നേതൃത്വത്തിന് തൊടാനാവാത്ത വിധം സംഘടനാപരമായി വൻ പതനത്തിലായിരുന്നു ബംഗാളിലെ അക്കാല CPM. നന്ദിഗ്രാമിലുൾപ്പെടെ വേട്ടക്കിറങ്ങിയ പാർട്ടി ഗുണ്ടകൾ ബംഗാളിലെ CPMനെ ഭരിച്ചും നയിച്ചും തുടങ്ങിയിരുന്നു. ദീർഘകാലം CPMനെ തുണച്ചിരുന്ന ബംഗാൾ ബുദ്ധിജീവികൾ പാർട്ടിക്കെതിരിൽ തെരുവിലിറങ്ങിയ കാലം. പ്രശ്നമെന്തിയെന്ന് പഠിക്കാൻ പോലും തയ്യാറാവാതെ അക്കൂട്ടരെ മുഴുവൻ അർബൻ നക്സൽസ് എന്ന് വിളിച്ച് ആക്രമിച്ചു ബംഗാൾ പാർട്ടി. അക്കാല കേന്ദ്രസമിതി യോഗങ്ങളിൽ ബംഗാളിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നില്ല. രണ്ടാമത്തെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ VS പിണറായി പോര് അതിൻ്റെ മൂർധന്യത്തിൽ. ത്രിപുര പീപ്ലബിൻ്റെ പിടിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കാലം. ആശയ വ്യക്തതയുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു യെച്ചൂരി. 50കളിൽ രാജ്യത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന പാർട്ടി എങ്ങനെ ഇவ்விധം ദുർബലമായി എന്നത് സംബന്ധിച്ച് തികഞ്ഞ ബോധ്യങ്ങളുണ്ടായിരുന്നയാൾ, തികച്ചും പ്രായോഗിക ഉത്തരങ്ങൾ പറഞ്ഞിരുന്നയാൾ. അക്കാര്യത്തിൽ പ്രകാശ് കാരാട്ട് വരെയുള്ള മുൻഗാമികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി നിലകൊണ്ടു. പാർട്ടിയുടെ കരുത്തല്ല, നിലപാടിൻ്റെ വ്യക്തതയാണ് രാഷ്ട്രീയത്തിൽ പ്രധാനമെന്ന് യെച്ചൂരി തിരിച്ചറിഞ്ഞു. തൻ്റെ കാലയളവിൽ കേരളത്തിൽ മാത്രമായി പാർട്ടി ചുരുങ്ങുന്നത് അറിഞ്ഞപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു ബലക്കുറവുമില്ലാതെ യെച്ചൂരി ഇടപെട്ടു. കാരാട്ട് യുഗം വരെ അസ്പൃശ്യതയോടെ കണ്ടിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി സംവാദത്തിൻ്റെ വാതിലുകൾ, സൗഹാർദ്ദത്തിൻ്റെ വാതിലുകൾ യെച്ചൂരി തുറന്നു. തൻ്റെ പ്രസ്ഥാനത്തിനെതിരിൽ വാളോങ്ങി നിൽക്കുന്ന മമതാ ബാനർജിയോടൊപ്പം സൗഹാർദ്ദത്തോടെ വേദി പങ്കിടാൻ യെച്ചൂരി സന്നദ്ധനായി. സഖ്യം പോലെ പ്രധാനമാണ് സൗഹൃദവും രാഷ്ട്രീയത്തിൽ. പുതിയ കാലം ചിത്രങ്ങളുടെ കാലമാണ്. ഒന്നിച്ചിരിക്കലിൻ്റെ ചിത്രങ്ങൾ യോജിപ്പിൻ്റെ മുദ്രാവാക്യങ്ങളാണ്. ഇന്ത്യ വർഗീയ ഫാഷിസത്തിന് കീഴടങ്ങും എന്ന ശക്തമായ ഭീതി പ്രളയമേഘങ്ങൾ പോലെ കനത്തുനിന്ന അന്തരീക്ഷത്തിൽ യോജിപ്പിൻ്റെ തരി വെളിച്ചങ്ങളെ ആളിക്കാൻ അതിന് കഴിയും. യെച്ചൂരി അത് നിർവഹിച്ചു. രാഹുലിൻ്റെ ചരമോപചാര വാചകം കരകവിയുന്നത് അങ്ങനെയാണ്. നഗരമനുഷ്യനാണ് യെച്ചൂരി. അടിസ്ഥാന വർഗത്തിൽ യെച്ചൂരിക്ക് ജന്മം കൊണ്ടോ ആദ്യകാല കർമ്മം കൊണ്ടോ വേരുകളില്ല. സ്വതന്ത്ര ഇന്ത്യക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ജനനം. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ സ്വദേശികളായ സ്വരേശ്വര സോമയാജുല യെച്ചൂരിയും
കൽപ്പകം യെച്ചൂരിയുമാണ് മാതാപിതാക്കൾ. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയറായിരുന്നു സോമയാജുല യെച്ചൂരി. അമ്മ സർക്കാർ ഉദ്യോഗസ്ഥ. കുടുംബം പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറി. 1973 ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും എക്കണോമിക്സിൽ BA നേടി. JNUവിൽ നിന്ന് മാസ്റ്റർ ബിരുദവും. 3 വട്ടം തുടർച്ചയായി JNU പ്രസിഡന്റായിരുന്നു യെച്ചൂരി. അക്കാലത്തു തന്നെ SFIയുടെ അമരത്തുമെത്തി. 1992 CPM പോളിറ്റ് ബ്യൂറോയിൽ, 2015 ജനറൽ സെക്രട്ടറിയായി. ഒരു ഘട്ടത്തിലും പ്രാദേശികമായി പ്രവർത്തിച്ചിട്ടില്ല യെച്ചൂരി. അത് വാസ്തവത്തിൽ പൊതുകാലത്ത് CPMനെ നയിക്കാനുള്ള ഗുണങ്ങളിലൊന്നായി തീർന്നു. പ്രാദേശിക അഥവാ സംസ്ഥാന തലത്തിലെ CPM രാഷ്ട്രീയത്തിൽ എക്കാലവും സജീവമായിരുന്ന വിഭാഗീയതയും എതിർ രാഷ്ട്രീയത്തോടുള്ള കഠിനമായ വെറുപ്പും ഒരു ഘട്ടത്തിലും യെച്ചൂരിയെ തീണ്ടിയില്ല. ഒരു തരത്തിലുമുള്ള പ്രലോഭനങ്ങളിലും പെടുത്തിയില്ല. അധികാരമോ അധികാര നഷ്ടമോ യെച്ചൂരിയെ ഒരു ഘട്ടത്തിലും സ്പർശിച്ചില്ല. അതിനാൽ തന്നെ പാർട്ടി തകർന്നടിയുമ്പോൾ നഷ്ടബോധത്തേക്കാൾ അയാളെ അലട്ടിയിരിക്കുക അതിൻ്റെ സാമൂഹിക കാരണങ്ങളായിരിക്കും. പ്രാദേശികത സമ്മാനിക്കുന്ന മർക്കട മുഷ്ടികൾ ഇല്ലാതിരുന്നതാണ് ഇതരരെ സ്വീകരിക്കാൻ യെച്ചൂരിക്കും യെച്ചൂരിയെ സ്വീകരിക്കാൻ ഇതരർക്കും പ്രധാനമായും കാരണമായത്. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തിൽ അത് വളരെ പ്രധാനമായിരുന്നു താനും. ഫാഷിസത്തെ രാഷ്ട്രീയമായി ചെറുത്ത വലിയ പോരാട്ടത്തിൽ ദുർബലമായൊരു പാർട്ടിയുടെ അമരക്കാരനായല്ല യെച്ചൂരി നിന്നത്. ഈ രാജ്യത്തിൻ്റെ സത്തയെ ആവാഹിച്ച നേതാവായാണ്. 50കളിൽ യെച്ചൂരിയുടെ പാർട്ടി കരുത്തുള്ളതായിരുന്നു. ഭൂതകാലത്തിൽ നിന്ന് ആ കരുത്തിനെ മാത്രം സ്വീകരിച്ച് സമവായവും സൗഹൃദവും സാധ്യമാക്കി യെച്ചൂരി. വലിയ മനുഷ്യനായിരുന്നു. ഈ രാജ്യത്തിന് ഇനിയും ആ സാന്നിധ്യം ആവശ്യമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ വേദനിപ്പിക്കുന്നു. പക്ഷേ ഈ രാജ്യത്തെ മുഴുവൻ മതേതര മനുഷ്യരും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നന്ദി. ഞങ്ങളുടെ മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ മുന്നിൽ നിന്നതിന്.